യുഎയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് ശൃംഖലയായ എമിറേറ്റ്സ് റോഡിൽ 75 കോടി ദിർഹത്തിന്റെ വികസന പദ്ധതി പ്രഖ്യാപിച്ചു. അൽബാദി ഇന്റർസെക്ഷൻ മുതൽ ഉമൽഖ്വൈൻ വരെ 25 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് വികസന പദ്ധതികൾ വരുന്നത്. ഈ വർഷം സെപ്റ്റംബർ മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ റാസൽ ഖൈമയിൽ നിന്ന് ഉമൽഖ്വൈൻ ഷാർജയൊക്കെ വഴി ദുബായിലേക്ക് വരുന്ന ആളുകൾക്കും തിരിച്ച് ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നവർക്കും യാത്രാ സമയത്തിൽ വലിയൊരു ലാഭമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒമാനിൽ ജൂലൈ 11-ാം തീയതി ഉണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ട UAE സ്വദേശികളെ തിരിച്ചറിഞ്ഞു. ഫുജൈറ പോലീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന റാഷിദ് ഗരീബ് അൽ യമാഹി എന്ന 25-കാരനും അദ്ദേഹത്തിന്റെ ഭാര്യ ജവഹർ മുഹമ്മദ് 21 വയസ്സ്, ഭാര്യ മാതാവ് 51 വയസ്സുള്ള ഖദീജ എന്നിവരാണ് മരണപ്പെട്ടത്. UAEയിൽ നിന്ന് വേനലവധി ആഘോഷിക്കാനായി സലാലയിലേക്ക് പോയതാണ്. യാത്ര തുടങ്ങി ഏകദേശം 12 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും അപകടം നടന്നിരുന്നു. ദോഫാറിലെ പ്രധാന റോഡിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഇവരുടെ 8 മാസം പ്രായമുള്ള കുഞ്ഞിനും പരിക്കേറ്റിട്ടുണ്ട്. കുഞ്ഞ് ഒമാനിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഷാർജ അൽനദയിൽ താമസ സ്ഥലത്ത് 1.5 വയസ്സുള്ള കുഞ്ഞുമായി ജീവനൊടുക്കിയ വിഭഞ്ചികയുടെ മാതാവ് ഷൈലജ നാട്ടിൽ നിന്നും ഇരുവരുടെയും മൃതദേഹം ഏറ്റുവാങ്ങാനായി ഷാർജയിലെത്തി. വിഭഞ്ചികയുടെ സഹോദരൻ ഇന്ന് രാത്രി ഷാർജയിൽ എത്തുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് നാട്ടിലെത്തിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷ് മോഹനെ 1-ാം പ്രതിയാക്കി കൊല്ലം കുണ്ടറ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 6 പേജ് വരുന്ന വിഭഞ്ചികയുടെ ആത്മഹത്യാക്കുറിപ്പ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. UAEയുടെ ചില ഭാഗങ്ങളിൽ മഴ പെയ്തതായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഖോർഫഖാനിൽ തൊഴിലാളികൾ മഴ പെയ്തതിനെ തുടർന്ന് കാർട്ടനുമായി നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അതേസമയം ദെയ്ദിൽ അതിഗംഭീര ചൂടാണ്. 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ചൂട് വർദ്ധിക്കാനാണ് സാധ്യതയെന്ന് NCMന്റെ റിപ്പോർട്ടുകൾ. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ. 2025 ജൂലൈ 15-ാം തീയതി ചൊവ്വാഴ്ച.